നമസ്കാരം. ഞാൻ ഡോക്ടർ ജെ പാർവതി, ഡെന്റൽ സർജൻ, പരബ്രഹ്മ ഹോസ്പിറ്റൽ. ഇന്ന് പറയാൻ പോകുന്നത് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഓറൽ ഹെൽത്തിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, മറ്റു പല്ലുകളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നതിനെ പറ്റിയാണ്. സ്ട്രെസ്സും ആങ്സൈറ്റിയും വരുമ്പോൾ ആദ്യം അഫക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ടീത്ത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാണ്ട് തന്നെ സ്ട്രെസ്സും ആങ്സൈറ്റിയും കൂടുമ്പോൾ പല്ലിറുമുന്ന ഒരു ശീലം ഉണ്ടാവുന്നു. അതായത് അത് ഇൻറ്റൻഷനലി ചെയ്യുന്നതല്ല, സ്വാഭാവികമായിട്ട് വന്നു പോകുന്നതാണ്. അങ്ങനെ ഒരു ശീലം ഉണ്ടാവുകയും പല്ല് ചെറുതായിട്ട് തേയ്മാനം ഒക്കെ ഉണ്ടായിട്ട് അതിന് ഒരു ക്രാക്ക് പോലെ, ഒരു വര പോലെ വീഴുകയും ചെയ്യുന്നു. ഇത്രയും പ്രഷറൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പല്ലിന് ചെറിയ ക്രാക്ക് ഉണ്ടാവുകയും അതേപോലെ TMJ, അതായത് താടിയെല്ലിന് ഉണ്ടാവുന്ന പെയിന്, TMJ പെയിനും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലെൻച്ചിങ് എന്നുള്ള ഒരു ശീലം, അതായത് പല്ല് മുറുക്കെ പിടിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട സ്ട്രെസ്സും ആങ്സൈറ്റിയും കൂടുമ്പോൾ അത് പ്രധാനമായിട്ടും പല്ലിനെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് തിരിച്ചറിവുണ്ടാവുകയും മാക്സിമം സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. പലപ്പോഴും മറ്റ് ഫൈൻഡിങ്സ് ഒന്നും ഇല്ലെങ്കിലും, മറ്റ് കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും പല്ലിൽ പെയിൻ നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഇതായിരിക്കും. ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ഈ പേജ് ഫോളോ ചെയ്യുക. നന്ദി.